ഈ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞവർക്ക് എന്ത് സുഖമാണ് അതിൽ നിന്ന് കിട്ടണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. ആസ് യൂഷ്വൽ കോളേജിലെ കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ കേസ്. ആ ഒരു വീഡിയോക്ക് വന്ന നെഗറ്റീവ്സിന് കയ്യും കണക്കൂട്ടു. എൻ്റെ ഒരു ഫ്രണ്ട് ഡെയിലി മിഠായി തരുമെന്ന് പറഞ്ഞതിന് വരെ ഭയങ്കര നെഗറ്റീവാ വന്നത്, അതും മതപരമായി. തിരിച്ചോരോ കമന്റ് ഇടണമെങ്കിലും ഇന്നതേ അവൻ മിഠായി തരാണ്ട് കൂടെ നിൽക്കണവരെ കൊണ്ടാണ് മിഠായി വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അവന് ഭയങ്കര ഫീൽ. ചിലർ പറയും നെഗറ്റീവ്സിന് റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല, അതാണ് വിട്ട് കളഞ്ഞേക്കാൻ. പക്ഷെ ഇങ്ങനെ വൾഗറായിട്ടുള്ള കമന്റ്സ് വരുമ്പോൾ നമ്മൾ വിട്ട് കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നല്ലത് തിരിച്ചു പറഞ്ഞാൽ നമ്മൾ അവരുടെ വായടപ്പിച്ചാലും പക്ഷെ അവര് വേറെ സ്ഥലത്ത് പോയി പിന്നെയും അതുപോലെ തന്നെ ഇടുന്ന. ഇന്നത്തെ കോളേജിലെ വിശേഷം നടന്നെന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവന്നേക്കുന്ന ലിപ് ലൈനർ വെച്ചിട്ടുള്ള പ്രഹസനങ്ങൾ, എന്തേ ഈ താമര വിരിക്കാനുള്ള പ്രയത്നങ്ങളും. പക്ഷെ ഇത് എന്ത് ചെയ്തിട്ട് വിരിയണില്ല, അതെന്താണ്? ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ട്രിപ്പിന്റെ പ്ലാനിങ് ആണ്. ഓരോരോ സ്ഥലത്ത് വിളിക്കുക, പാക്കേജ് ചോദിക്കുക, അന്വേഷിക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജ് ഉണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാട്ട് വെച്ചില്ലേ ഞങ്ങൾക്ക് എന്തോ. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് പോകുമല്ലോ, അതൊന്ന് ടച്ചപ്പ് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ ലിപ് ലൈനർ. ഈ കാണുന്ന എക്കത്തിന്റെയും ചുണ്ടത്ത് ഈ ഒരു ലിപ് ലൈനർ ആണ്. പിന്നെ ദേ ഇവക്കടെ ഷർട്ടിൽ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.